അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മന്നാനിയാണ്, കടയ്ക്കൽ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാത്തിനും അർഹമായ പ്രതിഫലങ്ങൾ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അല്ലാഹു തആല ബുദ്ധിമുട്ടുകളെ, വിഷമങ്ങളെ എല്ലാം ദൂരീകരിച്ച് മനസ്സിന് ശാന്തിയും സമാധാനവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, സമാധാനത്തിന് സമ്പത്ത് ഒരു മാനദണ്ഡമല്ല. സമ്പത്ത് ഇല്ല എങ്കിലും സന്തോഷമുണ്ടാകും. എത്രയോ കൊച്ചു കൊച്ചു വീടുകളിൽ താമസിക്കുന്ന, ചെറ്റക്കുടിലുകളിൽ താമസിക്കുന്ന, വീട് പോലുമില്ലാത്ത തെരുവുകളിൽ താമസിക്കുന്ന, ചുരുങ്ങിയ വരുമാനമുള്ള എത്രയോ കുടുംബങ്ങൾ സന്തോഷത്തോടുകൂടി ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. നമുക്ക് അനുഭവത്തിലൂടെ നമുക്കറിയാം. അതുപോലെ അതേസമയം സാമ്പത്തികമായ എല്ലാ ഭദ്രതയുമുള്ള വലിയ വലിയ വീടുകളിൽ താമസിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്നും സമാധാനമില്ലാതെ, കുടുംബം ശിഥിലമായി, മക്കളെല്ലാവരും പല വഴിക്കായി, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, പാപ്പ മക്കളുടെ ഇടയിൽ, ഉമ്മയും മക്കളും തമ്മിൽ, അങ്ങനെ പല പ്രശ്നങ്ങളുമുള്ള, സമ്പത്ത് ഉണ്ടായിട്ട് പോലും സമാധാനത്തോടുകൂടി ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സമ്പത്ത് സമാധാനത്തിന് ഒരു മാനദണ്ഡമല്ല. സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്. അത് അള്ളാഹു കനിഞ്ഞരുളിയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു വിചാരിക്കണം നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷമുണ്ടാകണമെങ്കിൽ. അതായത് ഒരുപാട് സമ്പത്ത് ഉണ്ടായെന്ന് കരുതി നമുക്ക് സമാധാനം വേണമെന്നില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അള്ളാഹു സമാധാനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ സന്ദർഭോചിതമായി ദുആ ചെയ്യുന്നു. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പിന്നെ ദുആ ചെയ്തതിൻ്റെ പേരിൽ ആ സമാധാനത്തിനെ കുറിച്ച് രണ്ടുപേര് പറഞ്ഞതേ ഉള്ളൂ. ബഹുമാനികൾ, നമ്മുടെ വിഷയം മറ്റൊന്നാണ്. നമ്മളെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞിരുന്നു. അതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇത് വേറൊരു വിഷയമായ മക്കളെ സംബന്ധിച്ച് തന്നെ എങ്കിലും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, നമ്മളിൽ നിന്നുണ്ടാകുന്ന ചില അബദ്ധങ്ങൾ. ബഹുമാനികളെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈയിടയ്ക്ക് ഒരു പാരൻസ് മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയുള്ള അധികം രക്ഷകർത്താക്കളുടെയും പരാതി, മുതിർന്ന മക്കളുള്ള രക്ഷകർത്താക്കളുടെയും പരാതി, നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുന്നില്ല. നമസ്കരിക്കാൻ നമ്മൾ പറയുന്നു, അവർ നമസ്കരിക്കുന്നില്ല. നേരെ വസ്ത്രം ധരിക്കാൻ പറയുന്നു, അവരനുസരിക്കുന്നില്ല. തലമറയ്ക്കാൻ പറയുന്നു, അവരത് അനുസരിക്കുന്നില്ല. ഉസ്താദ്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദ് ഉപദേശിക്കണം എന്ന് പല മാതാപിതാക്കളും നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അവർക്കൊരു പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതെന്ന് കരുതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ബഹുമാനികളെ, 7 വയസ്സ് മുതൽ നമ്മൾ കുട്ടികളെ അദബുകൾ പഠിപ്പിക്കേണ്ടതാണ്. അദ്ദിബു ബിസബൈൻ, 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. 7 വയസ്സ് വരെ കുഞ്ഞാണ്. ഒന്നാം പ്രായം മുതൽ 7 വയസ്സ് വരെ കുഞ്ഞാണ്. അവരുടെ നിങ്ങൾ കളിയിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അവരെ നിങ്ങൾ അദബുകൾ, മര്യാദകൾ പഠിപ്പിക്കുക. മാന്യമായി വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. പഠിപ്പിക്കുക മാത്രമല്ല, അവരെ കൊണ്ട് നമസ്കരിപ്പിക്കണം. നമ്മൾ നമസ്കരിച്ച് കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുക. സമൂഹത്തിനോട് ഇടപഴകേണ്ടതെങ്ങനെ, കൂട്ടുകാരോട് ഇടപഴകേണ്ടതെങ്ങനെ, ബന്ധുക്കളോട് ഇടപഴകേണ്ടതെങ്ങനെ, പെരുമാറ്റ ചട്ടങ്ങൾ അവരെ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ദീനിയായ ചുറ്റുപാട് അവരെ കൊണ്ട് നമ്മൾ ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മളെ മക്കളിൽ നിന്നും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരത് നമ്മളെ പിന്തുടർന്ന് അവരത് ചെയ്യൂ. പ്രത്യേകിച്ച് സ്കൂളിൽ വിടുന്ന രക്ഷകർത്താക്കൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം. 7 വയസ്സ് കഴിഞ്ഞാൽ അവരെ നമ്മൾ തലമറച്ച്, ജസ്റ്റ് ഒന്നുമല്ലെങ്കിൽ ഒരു ഷാളെങ്കിലും തലയിലിട്ട് പോകാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ വീട്ടിൽ നിന്ന് ശീലിപ്പിച്ചാൽ അതവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളായിട്ട് ഇപ്പം വേണ്ട മക്കളെ കൂടെ വലുതായിട്ട് ചെയ്യാം
എന്ന് നമ്മൾ പറഞ്ഞവരെ വിട്ട് കഴിഞ്ഞാൽ വലുതാകുമ്പം നിങ്ങളവരനുസരിക്കില്ല. അത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. വലുതായതിനു ശേഷം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ വലുതായി കഴിഞ്ഞാൽ അവർ നമസ്കരിക്കുകയില്ല, നിങ്ങൾ പറഞ്ഞാലൊട്ട് അവർ കേൾക്കുകയുമില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിലെ 7 വയസ്സ് മുതലെങ്കിലും നമ്മളവരെ ഈ അദബുകൾ പാലിച്ച് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം വസ്ത്രധാരണമാണ്. ഇന്ന് സ്കൂളുകളിലേക്ക് വിടുന്ന പല മാതാപിതാക്കളും വസ്ത്രധാരണത്തിൽ ഒരു കൃത്യനിഷ്ഠതയും ഇല്ലാത്ത രീതിയിലാണ്. ഇസ്ലാമിക ചുറ്റുപാടിൽ അവർ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളോടാണ് ഞാൻ പറയുന്നത്. അവരുടെ ഭാവി ഭാസുരമാകണമെങ്കിൽ, ഇരുലോക വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തായ കാര്യം അവരെ വസ്ത്രധാരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. തല മറച്ച് തന്നെ നമ്മൾ നമ്മുടെ പെൺമക്കളെ സമൂഹത്തിലേക്ക് ഇറക്കുക. മാന്യമായ വസ്ത്രം ധരിച്ച് തന്നെ അവരെ സമൂഹത്തിലേക്ക് ഇറക്കുക. ബഹുമാനെ, തലമറയ്ക്കുന്നതിൻ്റെ ഗുണങ്ങൾ ധാരാളമുണ്ട്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ്. അത് കഴിഞ്ഞാൽ അവർക്കൊരു അച്ചടക്കമുണ്ടായിത്തീരും. തലമറച്ച് ഒരു സമൂഹത്തിലേക്കോ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരച്ചടക്കവും ഒരു എളിമയും അവർക്കുണ്ടായിത്തീരും. മാത്രവുമല്ല, സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പരിഗണന അവർക്ക് ലഭിക്കും. അവരെ കാണുന്ന സമൂഹം പറയും. സമൂഹമെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ വരെയും അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുകയുള്ളൂ. എത്രയോ സഹോദര സമുദായത്തിൽപ്പെട്ട പെൺമക്കൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവർ മാന്യമായ വസ്ത്രം ധരിച്ച് ഒരു ഷാളെങ്കിലും അവർ പുറത്തൂടെ ഇട്ടുകൊണ്ടേ അവർ പുറത്തിറങ്ങുകയുള്ളൂ. അങ്ങനെ അവരെ മാതാപിതാക്കൾ പുറത്തിറങ്ങാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ അവർക്കും അറിയാം. അപ്പോൾ ആ സന്ദർഭത്തിലാണ് മുസ്ലിമീങ്ങളായ നമ്മൾ, ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട നമ്മൾ ഈ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അവരും പറയും. ഇപ്പോൾ നമ്മുടെ മക്കളെ ഇസ്ലാമികമായ വസ്ത്രധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പർദ്ദയിട്ടേ വിടാവൂ എന്നല്ല, മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ച് വേണം സ്കൂളുകളിലേക്ക് വിടാൻ. പ്രത്യേകിച്ച് നമ്മൾ നിർബന്ധമായും തല മറയ്ക്കാനുള്ള ശീലം അവർക്ക് നമ്മൾ കൊച്ചിലേ തന്നെ 5-ാം ക്ലാസ്സിലൊക്കെ 4-ാം ക്ലാസ്സിലാകുമ്പോൾ തന്നെ 7 വയസ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളവരെ ശീലിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം സമൂഹത്തിലൊരു പരിഗണന കിട്ടും. മൂന്നാമത്തെ കാര്യം വൈകൃത സ്വഭാവമുള്ള കഴുകൻ കണ്ണുകളിൽ നിന്നും അവരെ സംരക്ഷണമുണ്ടാകും, അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ആസ്വാദനം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് അങ്ങനെയുള്ളവർ നോക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നും ഒരു മറയായി, ഒരു സംരക്ഷണമായി നമ്മുടെ ഈ ഇസ്ലാമിക വസ്ത്രധാരണം കാരണമായിത്തീരും. മാന്യമായ വസ്ത്രം ധരിച്ച് അവരുടെ ഔറത്തുകളെല്ലാം പൂർണ്ണമായി മറച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവുകയില്ല. അല്ലാഹു തആല നമ്മുടെ പെൺമക്കളെല്ലാം കഴുകൻ കണ്ണുകളിൽ നിന്നും കാക്കുമാറാകട്ടെ. വൈകൃത സ്വഭാവമുള്ള എല്ലാ പിശാചുകളിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പ്രധാനമായും അത് ശ്രദ്ധിക്കണം. അവരെ ഇസ്ലാമികമായ വസ്ത്രധാരണയിൽ മാത്രമേ, കുറച്ച് വലുതായി കഴിഞ്ഞാൽ 7 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ ശീലിപ്പിക്കണം. അവരാദ്യം അത് ചെയ്യില്ല. ചിലപ്പം ആദ്യം അവർ വിസമ്മതിച്ചാലും നമ്മൾ കുറേശ്ശെ അവരെ ആ തല മറയ്ക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കണം. തല മറച്ച് മാത്രമേ അവരെ പുറത്തേക്ക് ഇറക്കാവൂ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷകളിൽ നിന്നും ഈ തലമറയ്ക്കലിലൂടെ അവർ ഒഴിവായിത്തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നരകത്തിൽ കണ്ട സ്ത്രീകളിൽ തലമറയ്ക്കാത്ത സ്ത്രീകൾക്കുണ്ടാകുന്ന ശിക്ഷകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായി ഹദീസുകൾ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഖബർ ജീവിതം തൊട്ട് തുടങ്ങുന്ന ആഖിറമാകുന്ന ജീവിതത്തിൽ അങ്ങനെ ഉള്ള ശിക്ഷകളിൽ നിന്നും അവർക്കൊരു കാവലാണ് തലമറച്ച് ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺമക്കളുള്ള ഉമ്മമാരാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഉപ്പമാർ ചിലപ്പോൾ പെൺമക്കളുമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് അല്ല. അപ്പം ഉമ്മമാർക്ക് ഇതെല്ലാം പറഞ്ഞ് റെഡിയാക്കാൻ അവർക്ക് പറ്റും. ഉപ്പമാർ അങ്ങനെ
പെൺമക്കളോട് അകന്നു നിൽക്കണമെന്നല്ല പറഞ്ഞത്. വസ്ത്രധാരണ രീതിയിലൊക്കെ ഉമ്മമാരാണ് അവരെ ഉപദേശിക്കേണ്ടിയുള്ളത്. ഉപ്പമാരും അതിനുവേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കണം. അവരെ ശകാരിക്കേണ്ടി വന്നാൽ ശകാരിക്കണം. അതുകൊണ്ട് ആദ്യമേ നമ്മൾ കുട്ടിയിലെ തന്നെ ഒരു 7 വയസ്സ് മുതൽ, 7ാം ക്ലാസ്സല്ല, 7 വയസ്സ് മുതൽ തന്നെ നമ്മൾ ഇസ്ലാമിക വസ്ത്രധാരണ രീതി നമ്മളവരെ പരിശീലിപ്പിക്കണം. മാന്യമായ വസ്ത്രം, പർദ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാന്യമായ വസ്ത്രം പുരുഷന്മാരുടെ വസ്ത്രമല്ല. പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ അണിയുന്നതും സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ അണിയുന്നതും ഹറാമാണ്, തികച്ചും അനുവദനീയമല്ലാത്ത കാര്യമാണ്. സ്ത്രീകളുടെ മാന്യമായ എത്രയോ വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ ആ വസ്ത്രധാരണം ഇസ്ലാമികമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. തലമറയ്ക്കുന്ന വിഷയം നിങ്ങൾ പരിഗണിക്കണമെന്ന് ഇത്തരണത്തിൽ ഞാൻ ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ മക്കളെ എല്ലാവരെയും ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ നമ്മൾ മരിച്ചാലും നമുക്കറിയാം, നമ്മൾ കുറച്ചു കാലം കഴിയുമ്പം നമ്മൾ മരണപ്പെടും. നമ്മുടെ മാതാപിതാക്കളിൽ പലരും ഇപ്പോൾ ഖബറിലാണ്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞങ്ങ് മരിക്കും. മരണപ്പെട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴാ നമ്മളെ അവർ ഓർമ്മിക്കണ്ടേ? നമുക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി, ഒരു യാസീൻ ഓതി, നമുക്ക് വേണ്ടി ഹദിയ ചെയ്ത് നമ്മുടെ ഖബർ വിശാലതയ്ക്കും നമ്മുടെ പാപം പൊറുക്കാനൊക്കെ അവരൊന്ന് ദുആ ചെയ്യണ്ടേ? അപ്പോൾ ആ ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ വളരുന്ന മക്കൾക്കല്ലേ അതിന് സാധിക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം ആയതുകൊണ്ട് മക്കളെയൊക്കെ നമ്മൾ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്തുവാനും പ്രത്യേകിച്ച് മര്യാദ പഠിപ്പിക്കാൻ നമ്മുടെ ഇസ്ലാമിക വേഷധാരണം, അതുപോലെ തന്നെ നമസ്കാരങ്ങൾ പഠിപ്പിക്കുക, അതവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. സമൂഹത്തിനോട് ഇടപഴകേണ്ടതെങ്ങനെ, ബന്ധുക്കളോട് ഇടപഴകേണ്ടതെങ്ങനെ, ഫ്രണ്ട്സുകളോട് ഇടപഴകേണ്ടതെങ്ങനെ, ടീച്ചേഴ്സിനോട് ഇടപഴകേണ്ടതെങ്ങനെ, ഇതെല്ലാം മര്യാദകൾ നമ്മളവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയം വസ്ത്രധാരണമാണ്. ഇന്ന് പല മാതാപിതാക്കൾക്കും അബദ്ധം പറ്റുന്ന ഒരേ ഒരു സംഗതിയാണ് വസ്ത്രധാരണം. നമ്മളത് മുൻഗണനയ്ക്ക് കൊടുക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളെല്ലാവരുടെയും മക്കളെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഭാവി അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തുന്നു. നിങ്ങളെല്ലാവരും ധാരാളം പേര് വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ എന്തുമാവട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഇഷ്ടവും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.